ഇപ്പൊ മൂന്നാമത്തെ കാരണത്തിലാ നിന്നത്. ഇയാളത് വിട്ടില്ലേ? ഇല്ലില്ല, ഞാൻ തോന്നണേ മനുഷ്യ പുളിശ്ശേരിയും കൂട്ടി ചോറുണ്ടാൻ നേരത്താണ്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതായത് മൂന്നാമത്തെ കാരണം സിന്തറ്റിക് ഡ്രഗ്സ്. ഹൗ ഓൾഡ് ആർ യു? ഐ എം 28. ഓക്കെ, എനിക്ക് 41 വയസ്സാണ്. ആ, ഞാൻ നേരത്തെ പറഞ്ഞത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ എന്നാണല്ലേ. അതായത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെ സിന്തറ്റിക് ഡ്രഗുകൾ വിൽക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ ചെറിയ പ്രായത്തിൽ പുളിശ്ശേരി ചോറുമായിട്ട് ചൂട് ചോറുമായിട്ട് പുളിശ്ശേരി ഇങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല. പുളിശ്ശേരി കൊള്ളാല, കൊള്ളൂല്ലെങ്കിൽ ഞാൻ തന്നെ കൊള്ളൂല എന്ന് പറയാം. എനിക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല, അത് വേറെ പ്രശ്നം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതായത് മൊയലാളി ഒരു ചെറ്റുണ്ടല്ലോ. ഓക്കെ, എന്റെ ചെറിയ പ്രായത്തിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എത്ര 100 കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം. അങ്ങനെ സംഭവമില്ല. സുരേന്ദ്രൻ ഡോക്ടർ ഉണ്ട്. അതിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നാലും സുരേന്ദ്രൻ ഡോക്ടറെ വിളിക്കുക. ജലദോഷം വന്നാൽ ജലദോഷം വന്ന് ഡോക്ടറെ അടുത്ത് പോവാൻ ഞാൻ 28 വയസ്സുള്ള പാൽക്കുപ്പിയോ? ജലദോഷം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവാന്ന്. അല്ല, മൂപ്പൻ വല്ലതും ഉണ്ടോ? അല്ല, പച്ചമരുന്നൊക്കെ അത് കാട്ടില് മറ്റേ ഭാരതിയുടെ അച്ഛൻ പ്രേം നസീർ പോയാൽ കിട്ടുമ്പോ ഇല്ല. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾക്ക്. ഒരു നിമിഷം ഞാനൊന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഇത് നമ്മുടെ റൈസ് ഓഫ് പേർഷ്യ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. ഇത് ഫുൾ ബിരിയാണിയാണ്. ഇവിടെ ഹാഫ് ബിരിയാണി കിട്ടുള്ളൂ ഡൈനിങ്ങില്. കാരണം ഫുൾ ബിരിയാണി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് നല്ലൊരു വിശ്വാസം. താങ്ക് യു. പെട്ടെന്ന് കഴിച്ചു, ഞാൻ കഴിച്ചു തീർക്കട്ടെ. അപ്പൊ നമ്മള് ലെഗ് എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചു. ഈശ്വര, പച്ചടിയല്ലേ ഇത്? യെസ്, നമ്മൾ ഡോക്ടേഴ്സിനെ പറ്റി സംസാരിച്ചോണ്ട് കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. പറഞ്ഞോ. ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കാൻ വലിയ പാടാട്ടോ. പറഞ്ഞോ. ഈ പാവക്ക അച്ചാറ് സുരേന്ദ്രൻ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. സുരേന്ദ്രൻ ഡോക്ടർ ഇപ്പോഴും ഉണ്ട്, വേറെ പ്രശ്നം. എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തേ പോവുള്ളൂ. നിസ്സാര കാര്യത്തിന് ഡോക്ടറെ അടുത്ത് പോവുക. അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുക അത്രേ. അതിൽ ബിലീവ് ചെയ്യണില്ല. ബിലീവ് ചെയ്യുന്നില്ല എന്നല്ല, അതിലെനിക്ക് അത്ഭുതം ഉണ്ട് എന്നാ പറയുന്നത്. ഒരു കുട്ടിക്ക് ഡിപ്രഷൻ എന്തുണ്ടെന്ന് മെഡിക്കലി ഡയഗ്നോസ് ചെയ്യുന്നത് ഞാനെന്തിനു വിശ്വസിക്കാതിരിക്കുന്നത്? അതെ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ആലോചിക്കുമ്പോ എന്താ പോലെ അല്ലെ. എന്റെ ചെറിയ പ്രായത്തിൽ ഡിപ്രസ്ഡ് ആവാൻ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് they didn't have the time to be depressed. ചിലപ്പോ ഇങ്ങനെയും കൂടെ ആയിക്കൂടെ അവര് ഉണ്ടായിട്ട് പറയാണ്ടായിരുന്നു ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരാളെ പോലും എനിക്ക് അറിയില്ല. ഉണ്ടാവും, ഇല്ല എന്നല്ലല്ലോ. ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് 2018 മുതൽ സൈക്യാട്രിക് ഡ്രഗ് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കഴിക്കുന്നില്ല, എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവനോട് ഒരു കണ്ടീഷനെ പറഞ്ഞു, സൈക്യാട്രിസ്റ്റിനോട്, എടാ മോനെ, നീ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതാം, ആരെ കൊന്നാലും കോടതി വെറുതെ വിടുമെന്ന്. അത് അവൻ എഴുതിരുന്നില്ല. അത് അവൻ തരുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കഴിച്ചാണ്. ജോക്സ് അപ്പാർട്ട്, ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൈക്യാട്രി എന്താണെന്നും മനസ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് തമാശയായിരിക്കും. ഞാനത് അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയാം. ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്, ക്ലോസ്ട്രോഫോബിയ എന്നാണ് എന്റെ കണ്ടീഷൻ തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്, അവിടെ ആ ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല മനോഹരം എന്ന് പലരും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതിന് ചെറുതായി കാണുകയല്ല, പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് പണ്ടില്ല. ചിലപ്പോൾ ശാസ്ത്രം അറിയാത്തോണ്ടായിരിക്കും, എന്തോ ആയിരിക്കാം. പലരും അനുഭവിച്ചിട്ടുണ്ട്, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് ടെൻഷൻ,
കുട്ടികൾക്ക് പിന്നെ വർക്ക് ലോഡ്. പിയർ പ്രഷർ. എന്ത് പരിപാടി അത്? ഇത് കുട്ടികൾ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ ന്യൂജനെ കുറ്റം പറയുന്നേ ഞാൻ അടക്കമുള്ള ഓൾഡ് ജൻ ഉണ്ടാക്കിയതല്ലേ ഈ പ്രശ്നം? സ്വാഭാവികമായിട്ടും. എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയും വർക്ക് ലോഡ്? കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തൂടെ? ഈ റെസ്റ്റോറൻറ്റ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീനെ മലയാളി റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലെ മെനുവിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഓക്കെ. ചോറില്ലേ, ഇതിന് 18 രൂപയാണ്. ഇവിടെ വന്ന് ചോറ് വേണമെന്ന് പറഞ്ഞാൽ ചോറ് മാത്രമേ കിട്ടൂ. ഇതിന് ഓരോന്നിനും വിലയുണ്ട്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോ 50 രൂപയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AC റെസ്റ്റോറൻറ്റ്, സാധാരണ ഒരു AC റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 10-200 രൂപയെങ്കിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. ചോറ് മേടിക്കാം, സാമ്പാർ മേടിക്കാം, വേറൊരു കറി മേടിക്കാം, 50 രൂപ. പിന്നെ നിങ്ങളുടെ കയ്യിൽ 200 രൂപയുണ്ട്. ആർമാദിക്കാം. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അത് ഇത് പായസം, 10 കറി, 10-15 പുഴുങ്ങിയ മുട്ട ഒക്കെ മേടിച്ചാലും ചിലപ്പോൾ 200 രൂപ ആവില്ലായിരിക്കും. അപ്പൊ എനിവേ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വന്നത്, സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി അല്ല ഇന്ന് എൻ്റെ ജനറേഷൻ എൻ്റെ കാലത്ത് ലോകത്ത് നടന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നുള്ള പരിപാടിയാണ്. അതിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നത് വരുന്ന തലമുറ, ഞങ്ങളുടെ കുട്ടികളാണ്. So what was the child specialist role? റൈറ്റ്. ചെറിയ പ്രായത്തില് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോയി പറയും? ആദ്യം ഫ്രണ്ട്സിനോട് പറയും. ഫ്രണ്ട്സിന്റെ കയ്യിൽ നിൽക്കുന്ന പാരന്റ്സിനോട് പറയും. ഫ്രണ്ട്സ് ഒരു ഓപ്ഷൻ അല്ല. അല്ല, ഫ്രണ്ട്സ് അവസാനത്തെ ഓപ്ഷനാണ്. ആദ്യം പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ കുടുംബക്കാരാണ്. ഓക്കെ. അമ്മാവ, അമ്മായി, ഇളയപ്പ, ഇളയമ്മേ, അച്ചച്ച, അമ്മമ്മേ, അച്ഛ, അമ്മേ. ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ടീച്ചറോട് പറയും. ടീച്ചറോടായിരിക്കും ആദ്യം പറയുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇന്ന് നിങ്ങളെന്താ പറയുന്നത്? കുട്ടികൾ ടീച്ചറെ ആക്രമിക്കുകയാണ്, കുട്ടികൾ അച്ഛനും അമ്മയും ആക്രമിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ തന്നിരുന്ന ആൾക്കാരാ അവര്. ഈ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് 41 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ 2000 കൊല്ലം പഴക്കമുള്ള ആളല്ല. മനസ്സിലായി. അതിൽ നിന്ന് ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത് നാട് മുഴുവൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളുടെ ബോർഡുകൾ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾക്ക് യാതൊരു പങ്കുമില്ല, അതിൽ പാരന്റ്സിനാ പങ്കുള്ളത്. അതായത് 12 മാസമായ കുട്ടി നന്നായി സംസാരിക്കുന്നില്ലെങ്കിൽ ഉടനെ കൊണ്ടുപോവാ ഡോക്ടറെ അടുത്തേക്ക്. എന്തിന്? അത് പറഞ്ഞോളൂന്നേ. അതിന് കുറച്ച് സമയം കൊടുക്കണോ? പാവല്ലേ, ചെറിയ കുട്ടിയല്ലേ. അത് ഇത്രാമത്തെ മാസത്തിൽ നീന്തണം, ഇത്രാമത്തെ മാസത്തിൽ നിൽക്കണം, ഇത്രാമത്തെ മാസത്തിൽ നടക്കണം. അത് 1-2 അല്ലെങ്കിൽ 3-4 മാസം അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ലേ? അതിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് പ്രഷറൈസ് ചെയ്യാണ്. അതിനെ അത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, ഫിസിയോതെറാപ്പി വരെ ചെയ്യാൻ മടിയില്ലാത്ത പാരന്റ്സ് ഉണ്ട്. ഇവരാരോടെയും മത്സരിക്കുന്നു? ഇവരുടെ പ്രശ്നം എന്താ? ഞാൻ ഇവരുടെ എന്ന് പറയുന്നത് എന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ കാര്യം പറയാം. മനസ്സിലായി. ഈ ചെറുപ്പത്തില് പൊതുവായിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ അയാളുടെ 8 മാസമുള്ള കുട്ടി, എന്റെ കുട്ടി സംസാരിച്ചു തുടങ്ങിട്ടോ, തനിക്കും 8 മാസമുള്ള കുട്ടി ഉണ്ടാവും. തന്റെ മനസ്സിലെന്താ? അയ്യോ, എന്റെ കുട്ടി സംസാരിച്ചില്ലല്ലോ. എന്തിനാ ഈ മത്സരം? സത്യത്തിൽ കുട്ടികളുടെ ഇടയിലാണോ മത്സരം? അല്ല, മാതാപിതാക്കളുടെ. എന്തിന്? കാര്യത്തിന്. ശരിയാട്ടോ. പ്രശ്നത്തെ നന്നായി പഠിച്ച 3 കാരണങ്ങൾ.